ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൈകൾ എങ്ങനെ വൃത്തിയാക്കാം എന്ന് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പം ഞാൻ തന്നെ ആയാലും എപ്പോഴും സംസാരിക്കുമ്പോൾ കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കാണിക്കും. ഉയർത്തിപ്പിടിച്ചാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കൈകൾ നമ്മൾ മനോഹരമാക്കി വെച്ചാൽ നമുക്ക് കാണുന്നവർക്കും ഒരു സുഖം, നമുക്കും ഒരു സുഖമാണ്. അപ്പം നമ്മൾ കാലുകൾ ശ്രദ്ധിക്കുന്നു, നമ്മൾ ഫേസ് ശ്രദ്ധിക്കുന്നു, അതുപോലെ തന്നെ കൈകളും നമ്മൾ അതുപോലെ ശ്രദ്ധിക്കണം. സാധാരണ കാണുന്നത് ടാൻ ആകുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2 വീലർ ഉപയോഗിക്കുന്ന ആൾക്കാരിലാണ് കൂടുതൽ ഈ കൈകളിൽ ടാൻ കാണുന്നതും ഡ്രൈ ആകുന്നതും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കൈകൾ ഡ്രൈ ആകും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കും ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ സ്കിന്നിന് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്രീമുകൾ ധാരാളം ഉപയോഗിക്കണം. കഴിവതും പുറത്ത് പോകുമ്പോൾ നമ്മൾ 2 വീലർ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്, കവർ ചെയ്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മുഖം വൃത്തിയാക്കിയിട്ട് കൈകൾ ഒരുമാതിരി ഡാർക്ക് കളറും ഒരു വൃത്തികേടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ നമുക്കൊരു അരോചകമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൈകൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതിനും നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇനി വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കൈമുട്ടുകളുടെ കറുപ്പ്. ഈ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ ഈ ഡെസ്കിലിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡ് നന്നായിട്ട് കറക്കുന്നതായിട്ട് കാണാം. അതിന് നമ്മൾ സ്കൂളിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരും കൈ ഇങ്ങനെ വെച്ചാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ നാരങ്ങ മുറിച്ച് അത് വെച്ചൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഏലാതി ചൂർണം, അത് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഏലാതി ചൂർണം തേനുമായിട്ട് ചേർത്ത് ഈ കൈമുട്ടുകളിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കൈമുട്ടുകളുടെ കറുപ്പ് നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെയുള്ള പ്രശ്നം ഡ്രൈ ആകുന്ന, അതിന് നമ്മൾ ക്രീം ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം അത് ഞാൻ പറയേണ്ട കാര്യങ്ങളില്ല. അതുപോലെ ഇപ്പം പുറത്ത് പോകുമ്പം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കൈകളിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ ഡ്രൈ ആകുകയാണെങ്കിൽ ക്രീം വെച്ച് മസാജ് ചെയ്യും. അതിന് പകരം നമുക്ക് ചെയ്യാവുന്നത് കുറച്ച് ഗ്ലിസറിന്, കുറച്ച് ഓറഞ്ച് ജ്യൂസ്, തേന്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കൈകളുടെ മൊത്തമായിട്ടൊരു പാക്ക് പോലെ ഇടുന്നതും നമുക്ക് ഒരുപാട് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഗ്ലിസറിൻ എന്ന് പറയുമ്പോഴേ ഒരു എണ്ണമയമുണ്ട്, തേന് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ വരുമ്പോൾ നമുക്ക് ആ കൈകളുടെ ടാൻ മാറാൻ നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ചിലവരുടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൈകളുടെ ഈ ഭാഗത്തായിട്ട് ചുളിവുകൾ പെട്ടെന്ന് വരുന്നു. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഒരുപാട് പേര് നമ്മളോട് പറയുന്ന കാര്യമാണ്. ഈ ചുളിവുകൾ മാറാൻ അത് കാരണം അത് നമ്മൾ ശ്രദ്ധിക്കാതെ കാരണം വന്നു കഴിഞ്ഞിട്ട് നമുക്കതിനെ മാറ്റണം എന്നുള്ളത് വലിയ പാടാണ്. അപ്പം നമ്മൾ കുറേ നാൾ മുമ്പേ അതിനെ ശ്രദ്ധിച്ചാലേ മാത്രമേ അത് നമുക്ക് മാറ്റാൻ സാധിക്കൂ. എന്നാലും ഞാനൊരു കാര്യം പറഞ്ഞു തരാം. അത് നിങ്ങൾ ഒരു പരിധി വരെ നമുക്കതിനെ മാറ്റാൻ സാധിക്കും. കുറച്ച് ചോറെടുത്ത് നന്നായിട്ട് അരയ്ക്കുക. ചോറ് അരച്ചിട്ട് അതിനകത്ത് മുട്ടയുടെ വെള്ളയല്ല, യോക്ക് കൂടെ മിക്സ് ചെയ്യുക. അതിനകത്ത് കുറച്ചൊരു ഓറഞ്ച് നീരും കൂടെ ചേർത്ത്, വേണമെങ്കിൽ കുറച്ച് ആപ്പിൾ സിഡാർ വിനാഗിരിയും കൂടെ ചേർക്കാം. അതുകൂടെ ചേർത്ത് നമ്മുടെ പൊത്തി അങ്ങോട്ട് നല്ലോണം പാക്ക് പോലെ നല്ല പൊത്തി വെച്ചിട്ട് ഒരു തുണി വെച്ച് നമ്മളങ്ങ് കെട്ടി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചെന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. യോക്ക് ഉള്ളത് കൊണ്ട് സ്കിന്നിൻ്റെ ടാൻ മാറാനും ടൈറ്റ് ആകാനും സഹായിക്കും. അതൊരു അരമണിക്കൂർ കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിനെ കഴുകിക്കളയുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ക്രീം വെച്ച് മസാജ് ചെയ്യുക. ക്രീം എപ്പോഴും നല്ല മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കേണ്ടത്. അത് ആരെങ്കിലോടും ചോദിച്ച്, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർലറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെയോ കണ്ട് അതിന് വേണ്ട ക്രീം ഏതാണ് ചേരുന്നതെന്ന് വെച്ചാൽ അതവർ പറഞ്ഞു തരും. അങ്ങനെ അത് വെച്ച് നമ്മൾ ആ ക്രീം യൂസ് ചെയ്യുന്നത് നല്ല. അപ്പം ഈ ചോറും മുട്ടയുടെ യോക്കും ഓറഞ്ച് നീരും ആപ്പിൾ സിഡാർ വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് ടൈറ്റ് ചെയ്ത് തുണി വെച്ച് കെട്ടുക. അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകുക. അപ്പോൾ നമ്മുടെ കൈകളുടെ ചുളിവുകളും നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് വേറെ നമുക്ക് പാക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എടുത്ത് അതിൻ്റെ കൂടെ തേനും ഒക്കെ ചേർത്ത് ഇച്ചിരി ഗോതമ്പ് പൊടി ചേർത്ത് ഒരു പാക്ക് പോലെ ഇടുക. അതും കൈകളുടെ ഭംഗി കൂട്ടാൻ സഹായിക്കും. പിന്നെ കൈകൾക്ക് എപ്പോഴും എക്സസൈസ് കൊടുക്കുന്നത് നല്ലതാണ്. അതിന് എക്സസൈസ് ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാലും അത് കൈകളിലും നമ്മുടെ വിരലുകൾക്ക് അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചമർത്തി ഇങ്ങനെ ഒന്ന് വിടുന്നത് നമ്മുടെ കൈകളുടെ വിരലുകൾക്ക് ബ്ലഡ്
സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും. അതുമൊക്കെ നമ്മുടെ ഭംഗി കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ നെയിൽസ് ശ്രദ്ധിക്കുമ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നെയിൽ പോളിഷ് കണ്ടിന്യൂസ് യൂസ് ചെയ്യരുത്. കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അതിനെ ഫ്രീ ആയിട്ട് വിടണം, എയർ കയറണം. അതിന് വെളിച്ചെണ്ണ വെച്ച് മസാജ് ചെയ്യാം, നാരങ്ങ വെച്ച് മസാജ് ചെയ്യാം. അപ്പം അതൊക്കെ വരുമ്പോൾ നെയിൽസിൻ്റെ കറുപ്പുകൾ മാറ്റാൻ പറ്റും. അതുപോലെ ഇടയ്ക്ക് പോയി പാർലറിലൊക്കെ പോയി ഒരു മാനിക്യൂറൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുഖം പോലെ തന്നെ നമുക്ക് കൈകളും മനോഹരമാക്കി വെക്കാൻ സാധിക്കും. കൈകൾ നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്നത് കണ്ണുകളും കൈകളുമാണ്. അപ്പോൾ അത് ഭംഗിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ഒരു വിശ്വാസം, നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിലുള്ള വിശ്വാസം അവർക്ക് കൂടും, നമുക്കും നന്നായിട്ടിരിക്കാൻ സാധിക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാം വളരെ ആലോചിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ അതിന് വേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനെയും നമുക്ക് ഭംഗിയാക്കി വെക്കാൻ സാധിക്കും.